നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയെ നടുക്കി അതിക്രൂര കൊലപാതകം. ഡൽഹിയെ ഞെട്ടിച്ച സംഭവമാണ് ഈ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, ക്രൂരപീഡനങ്ങളൊക്കെ ഒരുപാട് വാർത്തയായി നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഭവം തന്നെയാണ് ഡൽഹിയെ നടുക്കി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു സ്കോർപിയോ, SUV, ഒരു റോയൽ എൻഫീൽഡ് ബൈക്ക്, പണം, സ്വർണം എന്നിങ്ങനെ ഈ ഒരു സ്ത്രീധനമായി നൽകി. 2016 ഈ ദമ്പതികളുടെ വിവാഹം, അതായത് നിക്കി വിപിൻ ദമ്പതികളുടെ വിവാഹം. വിപിൻ ഭാട്ടിക്ക് ഒരുപാട് സ്ത്രീധനമായിട്ട് നിക്കിയുടെ കുടുംബം നൽകുന്നു, ഒരുപാട് കാര്യങ്ങൾ നൽകുന്നു. പക്ഷേ ഈ വിപിൻ്റെ ആർത്തിക്ക് മുന്നിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാഗ്രഹമുണ്ടായിരുന്നു ഈ വിപിൻ ഭാട്ടിക്ക്. അവർ കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം 36 ലക്ഷം രൂപ നൽകാൻ കഴിയാതെ വന്നപ്പോൾ ഭർത്താവും അമ്മായിയമ്മയായ ദയയും ചേർന്ന് നിക്കി എന്ന പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. 2016 ഡിസംബർ 10 നിക്കിയും സഹോദരി കാഞ്ചനും സഹോദരന്മാരായ വിപിൻ, രോഹിത് എന്നിവരെ വിവാഹം കഴിക്കുന്നത്. കല്യാണ സമയത്ത് ഒരു ടോപ്പ് മോഡൽ സ്കോർപിയോ, SUV, ഒരു റോയൽ എൻഫീൽഡ് ബൈക്ക്, പണം, സ്വർണം എല്ലാം സമ്മാനമായി നൽകുകയുണ്ടായി. ഇതിനു പുറമെ കർവാ ചൗത്തിൽ തങ്ങളുടെ വീട്ടിൽ നിന്ന് സമ്മാനങ്ങൾ അയച്ചു. തങ്ങളുടെ മാതാപിതാക്കൾ കഴിയുന്നതെല്ലാം ചെയ്തു. പക്ഷേ ഭർത്തൃ വീട്ടുകാർ ഒരിക്കലും സന്തുഷ്ടരായിരുന്നില്ല. അവർ വിമർശിച്ചു കൊണ്ടിരുന്നു എന്നാണ് ഈ പെൺകുട്ടികൾ പരാതി പറഞ്ഞിരുന്നത്. തൻ്റെ മാതാപിതാക്കൾ സമ്മാനിച്ച വസ്ത്രത്തിന് 2 രൂപയുടെ വില മാത്രമേ വിലയുള്ളൂ എന്ന ഒരു ആരോപണം കൂടി ഭർത്തൃ വീട്ടുകാർ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, വിപിനും മോഹിത്തും പലപ്പോഴും വൈകും വരെ പുറത്തായിരുന്നു. അവരുടെ ഫോൺ കോളുകൾ എടുക്കാറില്ല എന്നടക്കമുള്ള വെളിപ്പെടുത്തലുകളിൽ പെൺകുട്ടികൾ നടത്തിയിരുന്നു. എവിടെയാണെന്ന് ചോദിച്ചാൽ അവർ പ്രശ്നമുണ്ടാക്കും, വഴക്കുണ്ടാക്കും. നിങ്ങൾ എന്തിനറിയണം എന്ന് ചോദിക്കും. മറ്റ് സ്ത്രീകളോടൊപ്പം ഇടപഴകാറുണ്ടായിരുന്നു ഈ സമയത്തൊക്കെ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. ഇതേക്കുറിച്ച് ചോദിച്ചാൽ ക്രൂരമായുള്ള മർദ്ദനമൊക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും പല രാത്രികളിലും ക്രൂരമർദ്ദനം ഇവർ ഏറ്റിരുന്നു എന്നടക്കമുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ സഹോദരിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും അതിൽ ഒരു സഹോദരിയാണ് ഇപ്പോൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു സഹോദരിയാണ് ഈ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിരിക്കുന്നത്. എന്തായാലും സ്ത്രീധനം ആവശ്യപ്പെട്ട് യുവതിയെ ക്രൂരമായി മർദ്ദിച്ച് തീകൊളുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഭർത്താവിന് വെടിയേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഗ്രേറ്റർ നോയിഡയിലെ ഭർതൃഗൃഹത്തിൽ വെച്ച് കൊല്ലപ്പെട്ട 28-കാരിയായ നിക്കി ഭാട്ടിയുടെ ഭർത്താവ് വിപിൻ ഭാട്ടിയാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കാലിൽ വെടിയേറ്റത്. പോലീസ് വെടി വെച്ച് പിടികൂടുകയായിരുന്നു. മണിക്കൂറുകൾക്ക് മുമ്പ് യുവതിയുടെ പിതാവ് പ്രതിയെ ഏറ്റുമുട്ടൽ നടത്തി വധിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു. അതിനിടയിലാണ് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇയാളെ വെടിവെച്ച് പോലീസ് വീണ്ടും പിടികൂടുന്നു. ഈ വളരെ ക്രൂരമായി പരിക്കേറ്റ നിക്കി ഭാട്ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനിടയിലാണ് കൊല്ലപ്പെട്ടത്. ഈ നിക്കിയുടെ സഹോദരി കാഞ്ചന്റെ വിവാഹം വിപിന്റെ സഹോദരൻ രോഹിത് ഭാട്ടിയുമായി നടന്നിരുന്നു. സഹോദരി കാഞ്ചൻ പോലീസിന് നൽകിയ മൊഴി ഏറെ നിർണായകമായി കേസിൽ മാറി. നിക്കിയെ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ നിക്കി അനുഭവിച്ച ക്രൂരതകൾ എന്തൊക്കെയാണെന്ന് കാഞ്ചൻ വെളിപ്പെടുത്തിയതും ഏറ്റവും ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട്. വിപിനും അമ്മ ദയയും ചേർന്നാണ് നിക്കിയെ തീ കൊളുത്തിയതെന്ന ആരോപണമാണ് കാഞ്ചൻ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, അമ്മയും മകനും ചേർന്ന് നിക്കിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. തീ പിടിച്ച നിലയിൽ നിക്കി കോണിപ്പടിയിൽ നിന്ന് താഴേക്ക് വീഴുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. വിപിനെ അറസ്റ്റ് ചെയ്തെങ്കിലും അമ്മ ദയ, അച്ഛൻ സത്യവീർ, സഹോദരൻ രോഹിത് എന്നിവർ ഒളിവിലാണ്. അവർ കൊലയാളികളാണ്. അവരെ വെടിവെച്ച് കൊല്ലണം, അവരുടെ വീട് ഇടിച്ചു നിരത്തണം, അവർ അവളെ പീഡിപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ നിക്കിയുടെ പിതാവും ഉന്നയിക്കുകയുണ്ടായി. മാത്രമല്ല, ഇതിനിടയിൽ പ്രതി കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇയാളെ പിന്തുടർന്ന് പോലീസ് പിടികൂടുന്നു. ഗ്രേറ്റർ നോയിഡയിലെ സിർസ റൗണ്ട് എബൌട്ടിന് സമീപം പോലീസുകാരുടെ ഒരു തോക്ക് തട്ടിയെടുക്കാൻ ഈ പ്രതി ശ്രമിക്കുന്നു. ഇതോടെയാണ് പോലീസ് ഇയാളുടെ കാലിൽ വെടിവെച്ച് ജയിലിലേക്ക് കൊണ്ടുപോയത്. അതേസമയം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു വാർത്തയാണ്. നിർണായകമായ മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം. അതായത് തെലങ്കാനയിൽ സംഭവിച്ച ഒരു വാർത്തയിലേക്കാണ്. തെലങ്കാനയിൽ 5 മാസം ഗർഭിണിയായ ഭാര്യയെ കൊലപ്പെടുത്തിയ യുവാവ്, ഇയാൾ അറസ്റ്റിലായിരിക്കുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. എന്താണ് സംഭവിച്ചതെന്ന് കൂടി നമുക്ക് നോക്കാം. കൊലപ്പെടുത്തുക മാത്രമല്ല, കൊലപ്പെടുത്തിയ ശേഷം ഭാര്യയുടെ മൃതദേഹം കഷ്ണങ്ങളാക്കി ഇയാൾ ഉപേക്ഷിക്കാൻ ശ്രമിച്ചു. അതിനിടയിലാണ് മഹേന്ദർ റെഡ്ഡി എന്ന വ്യക്തി അറസ്റ്റിലായത്. വികാരാബാദ് ജില്ലയിലെ കാമറഡിഗുഡ സ്വദേശിനിയായ 21-കാരി സ്വാതിയെയാണ് ഭർത്താവ് മഹേന്ദർ റെഡ്ഡി അതിക്രൂരമായി കൊലപ്പെടുത്തി വെട്ടി നുറുക്കിയത്. ശനിയാഴ്ച വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടായത്. യുവതിയെ കൊലപ്പെടുത്തിയതിനു ശേഷം തല, കൈകൾ, കാലുകൾ എന്നിവ വേർപെടുത്തി. മാത്രമല്ല, പ്രതാപസിംഗാരത്തെ മുസി നദിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. കൊലപാതകത്തിന് ശേഷം ഇയാൾ സഹോദരിയെ വിളിച്ച് ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞു. സംശയം തോന്നിയ സഹോദരി ബന്ധുവിനെ വിവരം അറിയിച്ചു.
തുടർന്ന് ഇയാളെത്തി മഹേന്ദറിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷവും മഹേന്ദർ ഭാര്യയെ കാണാനില്ലെന്ന വിവരം അറിയിച്ചു. തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറം ലോകം അറിയുന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ശരീരത്തിന്റെ ഉടൽഭാഗം വീട്ടിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പ്രണയത്തിലായിരുന്നു സ്വാതിയും മഹേന്ദറും. വിവാഹശേഷം ഇവർ ഹൈദരാബാദിലെ ബാലാജി ഹിൽസിലേക്ക് താമസം മാറുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഇരുവർക്കുമിടയിൽ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ വഴക്കുകൂടുന്നത് പതിവായിരുന്നുവെന്നാണ് ഉറ്റവരൊക്കെ വെളിപ്പെടുത്തുന്നത്. 2024 ഇയാൾക്കെതിരെ ഗാർഹിക പീഡനത്തിന് പോലീസിൽ ഒരു പരാതിയും സ്വാതി നൽകിയിരുന്നു. ഇരുവരും തമ്മിലുള്ള തർക്കം കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് പ്രാഥമികമായി കിട്ടുന്ന വിവരം. അതേസമയം നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. കല്യാട് മോഷണം നടന്ന വീട്ടിലെ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വായിൽ സ്ഫോടക വസ്തു തിരികെ പൊട്ടിച്ച് അതിക്രൂരമായിട്ടാണ് ദർശിതയെ കൊലപ്പെടുത്തിയത്. ക്വാറികളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഡിറ്റനേറ്ററുമാണ് ഉപയോഗിച്ചതെന്നാണ് പുറത്തുവരുന്ന സൂചന. കർണാടക സാലിഗ്രാമത്തിലെ ലോഡ്ജിലായിരുന്നു ദർശിതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ദർശിതയുടെ സുഹൃത്ത് സിദ്ധരാജു കർണാടക പോലീസിന്റെ പിടിയിലായി. ദർശിതയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയുമാണ് മോഷണം പോയത്. സ്വർണവും പണവും നഷ്ടപ്പെട്ട ദിവസം തന്നെ ദർശിതയും കാണാതാകുന്നു. ദർശിത വീട് പൂട്ടി കർണാടകയിലേക്ക് പോകുന്നു. സ്വർണവും പണവും കവർന്നതിന് പിന്നിൽ ദർശിതയും സുഹൃത്തുമെന്നാണ് പോലീസിന്റെ നിലവിലെ സംശയം. 30 പവന് 4 ലക്ഷം രൂപയും നഷ്ടമായ വീട്ടിലെ മരുമകളെ കർണാടക സാലിഗ്രാമിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതോടെ ഈ രണ്ട് സംഭവങ്ങൾക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ചോദ്യമൊക്കെ ശക്തമായിരുന്നു. കല്യാട് ചുങ്കസ്ഥാനം സ്വദേശി AP സുഭാഷിന്റെ ഭാര്യ ദർശിതയാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ സുഹൃത്ത് കർണാടക സ്വദേശി സിദ്ധരാജു ആണ് അറസ്റ്റിലായിരിക്കുന്നത്. ലോഡ്ജിൽ വെച്ച് ദർശിതയും സിദ്ധരാജുവും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇതിനിടെ സിദ്ധരാജു ദർശിതയുടെ വായിൽ ഇലക്ട്രിക് ഡിറ്റനേറ്റർ തിരികെ ഷോക്കേൽപ്പിച്ച് കൊല്ലുകയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു കല്യാട്ട വീട്ടിൽ നിന്ന് മകൾ അരുന്ധതിയുമൊത്ത് ദർശിത സ്വന്തം നാടായ കർണാടകയിലെ ഹുൻസൂർ ബലിക്കരയിലേക്ക് പോയത്. അന്ന് വൈകിട്ടോടെയാണ് മോഷണ വിവരം പുറംലോകം അറിയുന്നത്. ദർശിതയുടെ ഭർത്താവ് സുഭാഷ് വിദേശത്തായിരുന്നു. കല്യാട്ടെ വീട്ടിൽ ദർശിതയ്ക്കൊപ്പം ഭർത്തൃമാതാവ് സുമതയും ഭർത്തൃ സഹോദരൻ സൂരജുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇരുവരും രാവിലെ പണിക്ക് പോയി. ദർശിതയാണ് അവസാനം വീട് പൂട്ടി ഇറങ്ങിയത്. വൈകിട്ട് പണി കഴിഞ്ഞ് സുമത തിരിച്ചെത്തി. അപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്നുവെന്ന വിവരം ദർശിത മനസ്സിലാക്കുന്നത്. വെള്ളിയാഴ്ച പട്ടാപ്പകലോടെയാണ് വീട്ടിൽ കവർച്ച നടക്കുന്നത്. സുമതയുടെ വീട്ടിൽ നിന്ന് 30 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 4 ലക്ഷം രൂപയും മോഷണം പോയി. കവർച്ചയിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ദർശിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ മുൻവശത്ത് താക്കോൽ ഒരു വശത്ത് ഒളിപ്പിച്ചു വെച്ചാണ് കുടുംബം പുറത്തു പോകാറുള്ളത്. ഈ താക്കോൽ എടുത്ത് വീട് തുറന്ന് അകത്ത് കയറിയാണ് കവർച്ച നടത്തിയതെന്നാണ് പരാതി. മോഷണത്തിന്റെ അന്വേഷണത്തിൽ ദർശിതയോട് വിവരങ്ങൾ അന്വേഷിക്കാൻ പോലീസ് ബന്ധപ്പെട്ടപ്പോൾ ദർശിത വരാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ലൊക്കേഷൻ മാറി സഞ്ചരിക്കുന്നതായി അന്വേഷണ സംഘത്തിന് മനസ്സിലായി. സംശയം ശക്തിപ്പെട്ടതോടെ പോലീസ് ഹുൻസൂറിലേക്ക് പോകാനിരിക്കെയാണ് കൊലപാതക വിവരം അന്വേഷണ സംഘത്തെ തേടിയെത്തുന്നത്.